10ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ ഭാഗമായിട്ടുള്ള ഹിസ്റ്ററി പാർട്ട് ഇവിടെ ആരംഭിക്കുകയാണ്. മറ്റുള്ള ക്ലാസ്സുകളിൽ നിന്നൊക്കെ അപേക്ഷിച്ച് ഹിസ്റ്ററി കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു തരത്തിലാണ് ഈ 10ാം ക്ലാസ്സിൽ ക്രമീകരിച്ചിട്ടുള്ളത്. സാധാരണ രീതിയിൽ നിന്നും വളരെ ബോറിംഗ് ആയിട്ടുള്ള ഹിസ്റ്ററിക്ക് പകരമായി വളരെ താല്പര്യപ്രകാരം നമുക്ക് കേട്ടിരിക്കാൻ കഴിയുന്നതും പഠിക്കാൻ കഴിയുന്നതും പരീക്ഷ എഴുതാൻ കഴിയുന്നതുമായ ഒരു ഹിസ്റ്റോറിക്കൽ ഇൻസിഡൻസ് ആണ് അധികം ഇതിനകത്ത് വരുന്നത്. നമ്മൾ 8ാം ക്ലാസ്സിലാണെങ്കിൽ നമ്മൾ ചരിത്രത്തിൽ ആൻഷ്യൻ്റ് ഹിസ്റ്ററിയെക്കുറിച്ച് പഠിച്ചപ്പോൾ 9ൽ നമ്മൾ മെഡീവൽ ഹിസ്റ്ററി ആയിരുന്നു പഠിച്ചിരുന്നത്. 10ാം ക്ലാസ്സിൽ നമ്മൾ മോഡേൺ ഹിസ്റ്ററിയാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് സമീപകാല ചരിത്രമാണ്. കഴിഞ്ഞ കാലം നമുക്ക് തൊട്ടു മുന്നേ ഉള്ള ഒരു സെഞ്ചുറിയിൽ എന്തൊക്കെ സംഭവിച്ചു, ഈ സമീപകാല സെഞ്ചുറിയിലേക്ക് എത്തുന്ന ആ ഒരു ചരിത്രത്തെയാണ് നമ്മൾ ഈ ഒരു 10ാം ക്ലാസ്സിലെ തുടക്ക ഭാഗത്ത് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഹിസ്റ്ററിയുടെ ഫസ്റ്റ് പാർട്ടിനകത്തുള്ള ഒരു ചിത്രമാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് 4 വരികളാണുള്ളത്. ഫ്രീഡം അലോൺ ഈസ് നെക്ടാർ ഡിവൈൻ, ഫ്രീഡം ഈസ് ലൈഫ് ഇറ്റ് സെൽഫ്, ടു സെൽഫ് റെസ്പെക്റ്റിംഗ് പീപ്പിൾ സ്ലേവറി ഈസ് മോർ ടെറിബിൾ ദാൻ ഡെത്ത്. ഒരു മലയാളിയായ കവിയുടെ വാക്കുകളാണത്. നിങ്ങൾ മുന്നേ കേട്ടിട്ടുണ്ടാവും. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃത്യുയേക്കാൾ ഭയാനകം. കുമാരനാശാൻ ഉദ്ബോധനം എന്ന കവിതയിലൂടെ വളരെ പ്രസിദ്ധമായ 4 വരികളാണിത്. ഈ 4 വരികളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വാതന്ത്ര്യത്തെക്കുറിച്ചിട്ടുള്ള മഹത്തായ ഒരാശയമാണ്. സ്വാതന്ത്ര്യം, മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ളത് സ്വാതന്ത്ര്യമാണ്. എവിടെയൊക്കെ ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്നുവോ അവിടെയൊക്കെ മനുഷ്യൻ പ്രതികരണങ്ങളുമായി മുന്നോട്ട് വരും. അത്തരത്തിലുള്ള ഒരു പ്രതികരണങ്ങളുടെ റെസിസ്റ്റൻസിൻ്റെ ചരിത്രമാണ് ഈ പാഠപുസ്തകത്തിലുടനീളം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ആദ്യ പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് റവല്യൂഷൻസിനെ കുറിച്ചാണ്. വിപ്ലവങ്ങൾ. വിപ്ലവം എന്നുള്ള വാക്ക് വളരെ സുപരിചിതമാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ. നിങ്ങൾ വിപ്ലവങ്ങൾ എന്നുള്ള വാക്ക് നിങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഹിസ്റ്ററിയുടെ ആദ്യ പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് റവല്യൂഷൻസിനെ കുറിച്ചാണ്. റവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദ വേൾഡ്. എന്താണ് റവല്യൂഷൻസ് എന്നുള്ളത് നമുക്ക് നിർവചിക്കാൻ സാധിക്കുക. റവല്യൂഷൻ ഇറ്റ് മീൻസ് എ സഡൻ ചേഞ്ച്, ഒരു പെട്ടെന്നുള്ള മാറ്റമാണ്. സാമൂഹിക ക്രമത്തിൽ പെട്ടെന്ന് ഒരു മാറ്റം സംഭവിക്കുമ്പോൾ അതിനെ നമ്മൾ വിപ്ലവം എന്ന് വിളിക്കുന്നു. അങ്ങനെ ഒരുപാട് വിപ്ലവങ്ങൾ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് പഠിക്കാനുള്ളത് റവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദ വേൾഡ് ആണ്. ലോകത്തെ സ്വാധീനിച്ച പ്രധാനപ്പെട്ട 5 വിപ്ലവങ്ങളാണ്. ഈ 5 വിപ്ലവങ്ങൾ നടന്നതിന് ശേഷം ലോകത്തിൽ തന്നെ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായി. അതുകൊണ്ടാണ് ഈ റവല്യൂഷൻസിനെ നമുക്ക് പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ലോകത്തിൻ്റെ ചരിത്രത്തിനെ തന്നെ വല്ലാത്ത രീതിയിൽ ഇൻഫ്ലുവൻസ് ആക്കിയിട്ടുള്ള 5 റവല്യൂഷൻസ്. ഒന്നാമത്തത് അത് അമേരിക്കൻ റവല്യൂഷനാണ്. രണ്ടാമത്തത് ഫ്രഞ്ച് റവല്യൂഷനാണ്. മൂന്നാമത്തത് ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷനാണ്. നാലാമത്തത് റഷ്യൻ റവല്യൂഷനാണ്. അഞ്ചാമത്തത് ചൈനീസ് റവല്യൂഷനാണ്. ഇങ്ങനത്തെ 5 റവല്യൂഷൻസാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ റവല്യൂഷനുകളിലേക്കൊക്കെ കടക്കുന്നതിന് മുന്നേ നമ്മൾ എങ്ങനെയാണ് ഈ വിപ്ലവത്തിന് ആധാരമായ ഒരു വിപ്ലവത്തിലേക്ക് ജനങ്ങളെ എത്തിച്ച ഒരു സർക്കംസ്റ്റൻസസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, നിങ്ങൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. 7ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു സംഭവമാണ് റിനൈസൻസ് എന്ന് പറയുന്നത്. ഇറ്റലിയിൽ നിന്നും ആരംഭിച്ച് പിന്നീട് യൂറോപ്പിൽ മുഴുവൻ വ്യാപിച്ച് ലോകത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയ ഒരു പ്രതിഭാസമാണ് റിനൈസൻസ് എന്ന് പറയുന്നത്. അതായത് നോളജിൻ്റെ കാര്യത്തിലാണെങ്കിലും ഡെവലപ്മെൻറ്റ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇൻവെൻഷൻ്റെ കാര്യത്തിലാണെങ്കിലും സയൻറ്റിഫിക്കൽ ഗ്രോത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച ഒരു സംഭവ വികാസം റിനൈസൻസിൻ്റെ ഭാഗമായി. അങ്ങനെ ഒരുപാട് ആശയങ്ങൾ, പുതിയ പുതിയ കൺസെപ്റ്റുകൾ ഉണ്ടാവുകയാണ്. ഒരുപാട് തോട്ടുകൾ, ഹ്യൂമനിസം, മനുഷ്യകേന്ദ്രീകൃതമായി ജനങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ആരംഭിക്കുകയാണ്. അതുവരെ യൂറോപ്പിൽ ദൈവത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് മനുഷ്യന് പ്രാധാന്യം കൊടുക്കാത്തൊരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടത്തിലുണ്ടായിരുന്നത്. അതൊക്കെ ചേഞ്ച് ആവുകയാണ്. ശാസ്ത്രീയമായ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ശാസ്ത്രത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയാണ്. യുക്തിക്ക്, റാഷണൽ തിങ്കിങ് വളർന്നു വരികയാണ്. റാഷണൽ തിങ്കിങ്ങിനോടൊപ്പം ക്രിട്ടിക്കൽ തിങ്കിങ് വളർന്നു വരികയാണ്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് തോട്ട്സിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി.
ഒരുപാട് എഴുത്തുകാർ, പെട്രാർക്കിനെ പോലെ, പെട്രാർക്കാണ് ഹീസ് കൺസിഡർ ആസ് ദ ഫാദർ ഓഫ് റിനേസൻസിൻ്റെ ഫാദറായിട്ട് പരിഗണിക്കപ്പെടുന്നത് പെട്രാർക്കാണ്. പെട്രാർക്കിനെ പോലെ ഒരുപാട് എഴുത്തുകാർ, സെർവാൻഡസ്, ഇറാസ്മസ്, ബൊക്കാച്ചിയോ, അങ്ങനെ ഒരുപാട് എഴുത്തുകാരുണ്ടാവുകയാണ്. അതേപോലെ തന്നെ ഒരുപാട് ചിത്രകാരന്മാർ, കലയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. ലിയാനാർഡോ ഡാവിഞ്ചി, അതേപോലെ നമ്മുടെ മൈക്കൽ ആഞ്ചലോ, റാഫേൽ, അവരുടെ ചിത്രങ്ങൾ അതുവരെ ദൈവത്തെക്കുറിച്ച് മാത്രം സംസാരിച്ചിരുന്ന അവർ മനുഷ്യനെക്കുറിച്ച് കൂടി സംസാരിക്കാൻ വേണ്ടി ആരംഭിക്കുകയാണ്. അവരുടെ ചിത്രങ്ങൾ പുതിയ മാറ്റങ്ങൾ ഉണ്ടാക്കുകയാണ്. അതേപോലെ വൈജ്ഞാനിക രംഗത്ത്, നോളജ് രംഗത്ത് വലിയ മാറ്റങ്ങൾ, നമ്മുടെ ജോഹന്നസ് ഗുട്ടൻബർഗ് പ്രിൻറ്റിംഗ് പ്രസ് കണ്ടുപിടിച്ചപ്പോൾ വൈജ്ഞാനിക രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. അതേപോലെ തന്നെ ഗലീലിയോസിൻ്റെ ടെലിസ്കോപ്പ്, അതേപോലെ തന്നെ സ്പിന്നിങ് ജെന്നി, സ്റ്റീം എൻജിൻ, ഇത്തരത്തിലുള്ള സയൻറ്റിഫിക് ഇൻവെൻഷൻസ് ജനങ്ങളുടെ മൈൻഡിനകത്ത് ഒരു എൻലൈറ്റ്മെൻറ്റ്, ഒരു ജ്ഞാനോദയം സൃഷ്ടിക്കുകയാണ്. ആ ജ്ഞാനോദയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് പുതിയ കൺസെപ്റ്റുകൾ ഉണ്ടാവുകയാണ്. ജനങ്ങൾ സ്റ്റാർട്ടഡ് ടു തിങ്ക് അബൌട്ട് ദ ഫ്രീഡം, സ്റ്റാർട്ടഡ് ടു തിങ്ക് അബൌട്ട് ഡെമോക്രസി, ഈക്വാലിറ്റി ആൻഡ് നാഷണാലിസം. ഇത്തരത്തിലുള്ള കൺസെപ്റ്റുകളെ കുറിച്ച് ജനങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ആരംഭിക്കുകയാണ്. മിഡീവൽ പീരീഡിൽ കിങ്ഷിപ്പിൻ്റെ കീഴിൽ വളർന്നു വന്ന ജനങ്ങൾ ഫ്രീഡം എന്തെന്ന് തിരിച്ചറിയാൻ വേണ്ടി ആരംഭിക്കുന്നു. ഡെമോക്രസി, സ്റ്റാർട്ടഡ് ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ ബെനഫിറ്റ് ഓഫ് ദ ഡെമോക്രസി, വെർച്യൂ ഓഫ് ദി ഡെമോക്രസിയുടെ നന്മകളെക്കുറിച്ച് അവർ തിരിച്ചറിയാൻ വേണ്ടി ആരംഭിക്കുകയാണ്. ഡെമോക്രസിയിലൂടെ ഈക്വാളിറ്റി നടപ്പിൽ വരുന്നു എന്ന് അവർ മനസ്സിലാക്കുകയാണ്, തിരിച്ചറിയുകയാണ്. അതുവഴി അവർക്കൊരു യുണൈറ്റി ഉണ്ടാവുകയാണ്. ആ യൂണിറ്റി വിച്ച് ലെഡ് ടു ദ നാഷണലിസം, ദേശീയതയിലേക്ക് ചെന്നെത്തിക്കുകയാണ്. ഇത്തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ ഈ ഒരു റിനൈസൻസിൻ്റെ തുടർച്ചയായി സംഭവിക്കുകയാണ്. ഈ മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ, മാറ്റങ്ങൾ കണ്ടു മനസ്സിലാക്കിയ ജനങ്ങൾ പ്രതികരിക്കാൻ ആരംഭിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഈ റിനൈസൻസിന് ശേഷമുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിപ്ലവമാണ് ദ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അമേരിക്കൻ റവല്യൂഷൻ എന്ന് നമ്മൾ ചുരുക്കിപ്പോൾ വിളിക്കാറുണ്ട് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആദ്യമായി അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ലോഗൻ, പരീക്ഷകളൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, നിങ്ങൾ കാണുന്നുണ്ടാവും. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ഞങ്ങൾക്ക് കൂടി പങ്കാളിത്തം തന്നാൽ മാത്രമേ ഞങ്ങൾക്ക് നികുതി നൽകുകയുള്ളൂ എന്ന് ജെയിംസ് ഓട്ടിസ് എന്ന് പറയുന്ന ഒരു വ്യക്തി തയ്യാറാക്കിയ സ്ലോഗനാണിത്. ഇതാണ് ജെയിംസ് ഓട്ടിസ് തയ്യാറാക്കിയ ഈ സ്ലോഗൻ അമേരിക്കൻ റവല്യൂഷൻ്റെ സമയത്ത്, അമേരിക്കൻ വിപ്ലവത്തിൻ്റെ സമയത്ത് മുഴുക്കെ ഉയർന്നു കേട്ട ഒരു സ്ലോഗനാണ്. അപ്പോൾ ലോകത്തിൽ വലിയ മാറ്റം സംഭവിച്ച അമേരിക്കൻ റവല്യൂഷൻ എങ്ങനെയാണ് തുടങ്ങിയത് എന്നാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അമേരിക്കൻ റവല്യൂഷൻ എങ്ങനെയാണ് ആരംഭിച്ചത്? നമ്മളൊരു റവല്യൂഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഓരോ റവല്യൂഷനും അതിനൊരു കോഴ്സ് ഉണ്ടാവും. ആ റവല്യൂഷൻ എങ്ങനെയാണ് നടന്നതെന്നൊരു കോഴ്സ് ഉണ്ടാവും. അതേപോലെ തന്നെ അതിനൊരു റിസൾട്ട് ഉണ്ടാവും. ഇങ്ങനെയാണ് ഓരോ റവല്യൂഷനും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ആ റവല്യൂഷൻ നമ്മൾ പഠിക്കുന്ന സമയത്ത് അമേരിക്കയ്ക്ക് ആ ഒരു റവല്യൂഷനിലേക്ക് എത്തിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പോൾ അതിൻ്റെ മുന്നേ ആ കാരണങ്ങൾ ഉണ്ടാകുന്നതിനുള്ള ഒരു പശ്ചാത്തലം, ബാക്ക്ഗ്രൗണ്ട്, യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് വാസ് ദ ബാക്ക്ഗ്രൗണ്ട് ഇൻ അമേരിക്ക ബിഫോർ ദ റവല്യൂഷൻ. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ അമേരിക്കേൻ്റെ മാപ്പാണ്, നോർത്ത് അമേരിക്കയുടെ ഒരു മാപ്പാണ്. അതായത് അമേരിക്ക പഴയ കാലം നമുക്കറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അമേരിക്കയിൽ ഒരുപാട് ട്രൈബ് ഗ്രൂപ്പൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അസടെക്, ടോൾടെക്, മിസിസിപ്പി എന്നൊക്കെ പറഞ്ഞു കണ്ട് മാച്ചുപിച്ചു എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതേപോലെ എന്താ പറയുക, ഒരുപാട് ട്രൈബ്സ് ഗ്രൂപ്പായിരുന്നു അമേരിക്കയിൽ ഉണ്ടായിരുന്നത്. ഈ അമേരിക്കയിലേക്ക് 16-ാം നൂറ്റാണ്ട് മുതൽ ഒരുപാട് യൂറോപ്യന്മാർ അമേരിക്കയിലേക്ക് കുടിയേറുകയാണ്. മെനി യൂറോപ്യൻസ് ദേ സ്റ്റാർട്ടഡ് ടു മൈഗ്രേറ്റ് ടു അമേരിക്കയിലേക്ക് കുടിയേറി. ദ മെയിൻ എയിം ഓഫ് ദിസ് പീപ്പിൾ എക്സ്പ്ലോയിറ്റ് ദ നാച്ചുറൽ റിസോഴ്സസ് ഓഫ് അമേരിക്കയുടെ പ്രകൃതി സമ്പത്ത് കൊള്ളയടിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. അങ്ങനെ അവർ 13 കോളനികൾ, ഏകദേശം 13 ദേ ഹാഡ് എസ്റ്റാബ്ലിഷ്ഡ് 13 കോളനീസ്, 13 കോളനികൾ ഉണ്ടാക്കുകയാണ്. ഈ 13 കോളനികളുടെ പേരുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. ഈ 13 കോളനികൾ ഇവർ ഉണ്ടാക്കി. നോർത്ത് അമേരിക്ക എന്ന് പറയുന്നത് അക്കാലഘട്ടത്തിൽ വളരെ നാച്ചുറൽ റിസോഴ്സ് കൊണ്ട് സമ്പന്നമായ നാടായിരുന്നു അമേരിക്ക എന്ന് പറയുന്നത്. അങ്ങനെ ഈ അമേരിക്കയിൽ വന്ന് ഇവർ കോളനികൾ ഉണ്ടാക്കിയതിന് ശേഷം യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ മെയിൻ എയിം ഓഫ് ദ കോളനൈസേഷൻ, നിങ്ങൾ ഫ്യൂച്ചറിൽ പഠിക്കും കോളനൈസേഷനൊക്കെ എന്താണെന്നുള്ളത്. ഈ മെയിനായിട്ട് ഈ അമേരിക്കൻ കോളനികളിലെ അവിടുത്തെ ബ്രിട്ടീഷുകാർ,
ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായിരുന്നു ഈ കോളനികൾ എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാരാണ് ഇവിടെ 13 കോളനികൾ ഉണ്ടാക്കിയിരുന്നത്. ഈ അമേരിക്കൻ കോളനി എന്ന് പറയുന്നത് they consider these colonies as centers for collecting the raw materials for their industry and as a market for selling their products. എന്താണ് നോക്കുക, അവരുടെ ജസ്റ്റ് അവർക്ക് റോ മെറ്റീരിയൽസുകൾ കളക്ട് ചെയ്യാനുള്ള ഒരു അവരുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ റോ മെറ്റീരിയലുകൾ കളക്ട് ചെയ്യുക, അസംസ്കൃത വസ്തുക്കൾ കളക്ട് ചെയ്യാനുള്ള ഒരു സെൻറ്ററായിട്ടും അതേപോലെ തന്നെ അവരുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു മാർക്കറ്റായിട്ടുമാണ് അമേരിക്ക അവർ കരുതി പോന്നിരുന്നത്. ബ്രിട്ടീഷ് വ്യാപാരികൾ അവർ കരുതിയിരുന്നത് കളക്ട് ദ റോ മെറ്റീരിയൽസ് ഫ്രം അമേരിക്ക ആൻഡ് സെൽ ദെയർ പ്രൊഡക്ട്സ്. ഇതിനു വേണ്ടി മാത്രമായിരുന്നു അമേരിക്കയെ ബ്രിട്ടീഷിലെ മെർച്ചൻസ് കരുതിയിരുന്നത്. ആൻഡ് ദേ ഡിഡ് ദിസ് ഓൾ തിങ്സ് വിത്ത് ദ സപ്പോർട്ട് ഓഫ് ദെയർ മദർലാൻഡ് ബ്രിട്ടൻ അവരുടെ മദർലാൻഡായ ബ്രിട്ടൻ്റെ സഹായത്തോടു കൂടി അവരെന്ത് ചെയ്യുകയാണ്, ഈ പോളിസി ഇവിടെ നടപ്പിലാക്കുകയാണ്. ഇതിനെയാണ് മെർക്കൻറ്റിലിസം എന്നറിയപ്പെടുന്നത്. ഈ മെർക്കൻറ്റിലിസം ആസ് എ പാർട്ട് ഓഫ് ദിസ് മെർക്കൻറ്റിലിസം, ഈ മെർക്കൻറ്റിലിസത്തിൻ്റെ ഭാഗമായി ഒരുപാട് നിയമങ്ങൾ ഇവിടെ കൊണ്ടുവരികയാണ്. ഒരുപാട് നിയമങ്ങൾ. ആ നിയമങ്ങളെയാണ് നമ്മൾ മെർക്കൻറ്റിലിസ്റ്റ് ലോസ് എന്ന് വിളിക്കുന്നത്. എന്തൊക്കെയാണ് മെർക്കൻറ്റിലിസ്റ്റ് ലോ? പ്രധാനമായും 5 മെർക്കൻറ്റിലിസ്റ്റ് ലോ ആണ്. കഴിഞ്ഞ തവണ SSLCക്ക് ചോദിച്ച ഒരു ചോദ്യഭാഗമാണ് മെർക്കൻറ്റിലിസ്റ്റ് ലോ. ആദ്യത്തെ മെർക്കൻറ്റിലിസ്റ്റ് ലോ എന്ന് പറയുന്നത് ദ ഗുഡ്സ് ടു ആൻഡ് ഫ്രം ദ കോളനീസ് മസ്റ്റ് ബി ക്യാരിഡ് ഓൺലി ബ്രിട്ടീഷ് ഷിപ്സ് ഓർ ഷിപ്സ് ബിൽറ്റ് ഇൻ ദ ബ്രിട്ടീഷ് കോളനീസ്. ഒന്നാമത്തത് ഷിപ്പുമായി ബന്ധപ്പെട്ടതാണ്. കോളനികളിൽ നിന്നുമുള്ള പ്രൊഡക്റ്റുകൾ, അതേപോലെ തന്നെ കോളനികളിലേക്കുമുള്ള പ്രൊഡക്റ്റുകൾ ബ്രിട്ടനിൽ ഉണ്ടാക്കിയ കപ്പലുകളോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് കോളനികളിൽ ഉണ്ടാക്കിയ കപ്പലുകളിൽ മാത്രമേ ക്യാരി ചെയ്യാൻ പാടുള്ളൂ. ബാക്കിയുള്ള ഒരു രാഷ്ട്രത്തിൻ്റെയും കപ്പലുകളിൽ നിന്ന് നമ്മൾ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാനും പാടില്ല, അമേരിക്കയിൽ നിന്ന് കൊണ്ടുവരാനും പാടില്ല. ബ്രിട്ടീഷ് കപ്പലുകളിൽ മാത്രം, അല്ലെങ്കിൽ ബ്രിട്ടീഷ് കോളനികളിൽ നിർമ്മിച്ച കപ്പലുകൾ മാത്രം. ഇതാണ് ഒന്നാമത്തെ മെർക്കൻറ്റിലിസ്റ്റ് ലോ. രണ്ടാമത്തെ മെർക്കൻറ്റിലിസ്റ്റ് ലോ എന്ന് പറയുന്നത് പ്രൊഡക്ട്സ് ഓഫ് ദ കോളനീസ് ലൈക്ക് ഷുഗർ, വൂൾ, കോട്ടൺ, ടുബോക്കോ എക്സെട്ര കുഡ് ഓൺലി ബി എക്സ്പോർട്ടഡ് ടു ഇംഗ്ലണ്ട്. കോളനികളിൽ ഉണ്ടാക്കിയിരുന്ന പ്രൊഡക്റ്റുകൾ ഷുഗർ, വൂൾ എന്ന് പറഞ്ഞാൽ പരുത്തി, വൂൾ, അതേപോലെ തന്നെ കോട്ടൺ എന്ന് പറഞ്ഞാൽ പരുത്തി, പിന്നെ രണ്ടാമത്തെ മെർക്കൻറ്റിലിസ്റ്റ് ലോ ആണ് പ്രൊഡക്ട്സ് ഓഫ് ദ കോളനീസ് ലൈക്ക് ഷുഗർ, വൂൾ, കോട്ടൺ, ടുബോക്കോ എക്സെട്ര കുഡ് ഓൺലി ബി എക്സ്പോർട്ടഡ് ടു ഇംഗ്ലണ്ട്. കോളനികളിൽ നിന്നുണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ, പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയവയൊക്കെ എവിടേക്ക് മാത്രമേ, ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാൻ പാടുള്ളൂ. മറ്റുള്ള ഒരു രാഷ്ട്രങ്ങളുമായി നിങ്ങൾക്ക് എന്ത് പാടില്ല, കച്ചവടങ്ങൾ പാടില്ല. ഇതാണ് രണ്ടാമത്തെ മെർക്കൻറ്റിലിസ്റ്റ് ലോ. മൂന്നാമത്തേത് ബ്രിട്ടീഷ് സ്റ്റാമ്പ് മസ്റ്റ് ബി അഫിക്സ്ഡ് ഓൺ ദ ഓൾ ലീഗൽ ഡോക്യുമെൻറ്റ്സ്, ന്യൂസ് പേപ്പേഴ്സ്, പാംഫ്ലെറ്റ്സ്, ലൈസൻസ് എക്സെട്ര. ബ്രിട്ടീഷ് സ്റ്റാമ്പ് എല്ലാ സ്ഥലങ്ങളിലും, ഏതൊക്കെ നമ്മുടെ എല്ലാ ലീഗൽ ഡോക്യുമെൻറ്റ്സിലും, ന്യൂസ് പേപ്പേഴ്സിലും, പാംഫ്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ ലഘുലേഖ, ചെറിയ ചെറിയ എഴുത്തുകൾ, എന്തെങ്കിലും ഒരു വിഷയത്തെപ്പറ്റി എഴുതുന്നതാണ് പാംഫ്ലെറ്റ് എന്ന് പറയുക. ലൈസൻസിലൊക്കെ ബ്രിട്ടീഷ് സ്റ്റാമ്പ് വേണം. എവിടുത്തെ ലൈസൻസിൽ? അമേരിക്കയിലെ ലൈസൻസിൽ ബ്രിട്ടീഷ് സ്റ്റാമ്പ് വേണം. അമേരിക്കയിലെ ന്യൂസ് പേപ്പറിൽ ബ്രിട്ടീഷ് സ്റ്റാമ്പ് വേണം. ഇതാണ് മെർക്കൻറ്റിലിസ്റ്റ് ലോയിലെ മൂന്നാമത്തെ ലോ. നാലാമത്തത് കോളനീസ് മസ്റ്റ് പ്രൊവൈഡ് ഫുഡ് ആൻഡ് ക്വാർട്ടേഴ്സ് ഫോർ ദ ബ്രിട്ടീഷ് ട്രൂപ്സ് വിച്ച് വേർ മെയിൻറ്റെയിൻഡ് ഇൻ ദ കോളനീസ്. കോളനികളിലുള്ള ബ്രിട്ടീഷ് ട്രൂപ്സിന് ശമ്പളവും അതേപോലെ തന്നെ അവർക്ക് ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആര് പ്രൊവൈഡ് ചെയ്യണം? അമേരിക്കക്കാർ തന്നെ പ്രൊവൈഡ് ചെയ്യണം. ആര് കൊടുക്കില്ല? ബ്രിട്ടീഷുകാർ കൊടുക്കില്ല. ബ്രിട്ടീഷുകാരുടെ ഉദ്യോഗസ്ഥന്മാർക്ക് അമേരിക്കക്കാർ ശമ്പളം, അമേരിക്കക്കാർ എല്ലാവിധ ഫെസിലിറ്റീസും ഒരുക്കി കൊടുക്കുക. ഇതാണ് നാലാമത്തെ മെർക്കൻറ്റിലിസ്റ്റ് ലോ. കോളനി മസ്റ്റ് പ്രൊവൈഡ് ദ ഫുഡ് ക്വാർട്ടേഴ്സ് ഫോർ ദ ബ്രിട്ടീഷ് ട്രൂപ്സ്. ഭക്ഷണവും താമസവും ഒക്കെ ആര് കൊടുക്കണം? നമ്മുടെ അമേരിക്കക്കാർ കൊടുക്കണം. അതേപോലെ തന്നെ അടുത്തതാണ് ഇമ്പോർട്ട് ടാക്സ് മസ്റ്റ് ബി പെയ്ഡ് ഫോർ ദ ഇമ്പോർട്ട് ഓഫ് ടീ, ഗ്ലാസ്, പേപ്പർ എക്സെട്ര.
തേയിലക്ക്, അതേപോലെ തന്നെ ഗ്ലാസ്സിന്, പേപ്പറിന് തുടങ്ങിയ സാധനങ്ങളൊക്കെ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്ന സാധനങ്ങളായിരുന്നു. ഇതിനൊക്കെ ആര് ഇമ്പോർട്ട് ടാക്സ് ചുമത്തുകയാണ്? ബ്രിട്ടൻ ഇമ്പോർട്ട് ടാക്സ് ചുമത്തുകയാണ്. ഇമ്പോർട്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇറക്കുമതി സമയത്ത് നൽകുന്ന നികുതിയാണ്. ഈ നികുതി ചുമത്തിക്കഴിഞ്ഞാൽ ഫലത്തിൽ വില വർധനവാണ് ഉണ്ടാവുക. ഇതാണ് 5 മെർക്കൻ്റലിസ്റ്റ് ലോസ്. പ്രധാനമായും നമ്മൾ പഠിച്ചു വെക്കേണ്ട, മനസ്സിലാക്കേണ്ട 5 മെർക്കൻ്റലിസ്റ്റ് ലോ ആണ്. ഈ 5 മെർക്കൻ്റലിസ്റ്റ് ലോ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് അത്ര നല്ല ലോ ഒന്നുമല്ല. ഇത് അമേരിക്കക്കാർക്ക്, അമേരിക്കയിൽ താമസിക്കുന്ന യൂറോപ്യന്മാർക്ക് വളരെയധികം അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്ന, എതിർപ്പുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അവരുടെ കച്ചവടങ്ങളോ അല്ലെങ്കിൽ അവരുടെ കൃഷിസ്ഥലങ്ങൾ, അവർ കൃഷി ചെയ്തുണ്ടാക്കുന്ന കോട്ടൺ പോലെ, ടുബോക്കോ പോലെയുള്ള വസ്തുക്കൾക്കൊന്നും ഇതൊന്നും അത്ര നല്ലതല്ല. അവർക്ക് മറ്റുള്ള രാഷ്ട്രങ്ങളുമായി കച്ചവടം ചെയ്ത് കൂടുതൽ സമ്പാദിക്കാൻ കഴിയില്ല. ഇതിനൊക്കെ ഈ മെർക്കൻ്റലിസ്റ്റ് ലോ തടയിടുകയാണ്. സ്വാഭാവികമായും എന്ത് ചെയ്യുകയാണ്? അമേരിക്കയിലെ ജനങ്ങൾ, യൂറോപ്പിൽ നിന്നും കുടിയേറി വന്ന അമേരിക്കയിലെ ജനങ്ങൾ അവരുടെ മദർലാൻഡിനോട് എതിർത്ത് നിൽക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അവരെതിർക്കാൻ വേണ്ടി ആരംഭിക്കുകയാണ്. അമേരിക്കയിലെ ജനങ്ങളെ മുഴുവൻ കുറച്ച് ചിന്തകർ അവരുടെ വാക്കുകൾ കൊണ്ട്, അവരുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ കൊണ്ട് അമേരിക്കയിലെ ജനങ്ങളെ കൂടുതൽ ഉദ്ബുദ്ധരാക്കുകയാണ്, കൂടുതൽ പ്രചോദിതരാക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ജോൺ ലോക്ക്. ജോൺ ലോക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട വാക്കാണ് എവ്രിവൺ ഹാസ് സം ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, നോ ഗവൺമെൻറ് ഹാസ് ദ റൈറ്റ് ടു സസ്പെൻഡ് ദം. എല്ലാവർക്കും എന്തുണ്ട്? കുറച്ച് മൗലിക അവകാശങ്ങളുണ്ട്. ഒരു ഗവൺമെൻറ്റിനും അത് തടയിടാനുള്ള അവകാശമില്ല. അതായത് ഇപ്പം അമേരിക്കയിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ മറ്റുള്ള ഏത് രാഷ്ട്രങ്ങളുമായി കച്ചവടം ചെയ്യാനുള്ള അവകാശമുണ്ട്. തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാക്കുന്ന തരത്തിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ജോൺ ലോക്ക് പറഞ്ഞിട്ടുള്ളത്. ജോൺ ലോക്ക് എന്താ പറഞ്ഞത്? എവ്രിവൺ ഹാസ് സം റൈറ്റ്സ്, എവ്രിവൺ ഹാസ് സം ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഒരു ഗവൺമെൻറ്റിനും നോ ഗവൺമെൻറ് ഹാസ് ദ റൈറ്റ് ടു സസ്പെൻഡ് ദം. അത് കഴിഞ്ഞതിന് ശേഷം തോമസ് പെയിന് പറയുകയാണ് ദർ ഈസ് സംതിങ് അബ്സേർഡ് ഇൻ സപ്പോസിങ് എ കോണ്ടിനെൻ്റ് നോർത്ത് അമേരിക്ക ബി പെർപച്വലി ഗവേൺഡ് ബൈ എ ഫോറിൻ പവർ. വളരെ മോശമായൊരു കാര്യമാണ്. സംതിങ് അബ്സേർഡ് ഇൻ സപ്പോസിങ് എ കോണ്ടിനെൻ്റ്, ഒരു കോണ്ടിനെൻറ്റിനെ, നോർത്ത് അമേരിക്ക എന്ന് പറയുന്ന വലിയൊരു കോണ്ടിനെൻ്റ്, ഒരു ഭൂഖണ്ഡത്തെ തന്നെ കേവലം ഒരു രാജ്യം, ഒരു വിദേശ ശക്തി ഭരിക്കുക എന്ന് പറയുന്നത് വളരെ മോശമായ കാര്യമായി ആണെന്ന് തോമസ് പെയിൻ പറയുകയാണ്. ഇത്തരത്തിലുള്ള എഴുത്തുകാരുടെ ചിന്തകളിലൂടെ അമേരിക്കൻ ജനത ഉണരുകയാണ്. അമേരിക്കൻ ജനത ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അതിൻ്റെ ആദ്യ പടി എന്നോണം അവർ ഫിലാഡൽഫിയയിൽ വെച്ച് ഒരുമിച്ച് ചേരുകയാണ്. അതാണ് നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. ദ സെൻറ്റർ, ഇതാണ് ജോൺ ലോക്ക്. തോമസ് പെയിൻ നമുക്ക് പരിചയപ്പെടാം. ഇത് നമ്മുടെ എൻറ്റയർ കോണ്ടിനെൻ്റ് അസംബ്ലീസ്, മുഴുവൻ കോണ്ടിനെൻ്റ്. അങ്ങനെ ജോൺ ലോക്കിനെ പോലെയും തോമസ് പെയിനിനെ പോലെയുമുള്ള ചിന്തകരിൽ നിന്നും ഇൻസ്പയർ ആയിട്ടുള്ള അമേരിക്കൻ പീപ്പിൾ ദേ അസംബിൾഡ് അറ്റ് ഫിലാഡൽഫിയയിൽ വെച്ചിട്ട് അവർ ഒരുമിച്ച് കൂടുകയാണ്. എക്സെപ്റ്റ് ജോർജിയ എന്ന് പറയുന്ന കോളനി ഒഴികെയുള്ള എല്ലാ കോളനിയിലെ അംഗങ്ങളും ഒക്കെ ചേർന്ന് 1774 1774 എന്തിനു വേണ്ടി? മെർക്കൻ്റലിസ്റ്റ് പോളിസീസ്, അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അവരെന്ത് ചെയ്യാണ്? ഒരുമിച്ച് ചേരുകയാണ്. ഇതിനെയാണ് ചരിത്രത്തിൽ ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്നത്. ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. ഇത് ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ദേ സബ്മിറ്റഡ് എ പെറ്റീഷൻ ഇൻ ഫ്രണ്ട് ഓഫ് ദ കിങ് ഓഫ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മുന്നിൽ അവരൊരു പെറ്റീഷൻ സബ്മിറ്റ് ചെയ്യുകയാണ്. എന്താണ് ആ പെറ്റീഷൻ എന്ന് പറയുന്നത്? ദ ഡിമാൻഡഡ് ദ റിവോക്കേഷൻ ഓഫ് ദ റെഗുലേഷൻസ് എൻഫോഴ്സ്ഡ് ഓൺ ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ് ആൻഡ് നോട്ട് ഇമ്പോസ് ടാക്സ് വിത്തൗട്ട് ദ അപ്രൂവൽ ഓഫ് ദ പീപ്പിൾ. ഇതുവരെ നടപ്പിലാക്കിയിട്ടുള്ള നിയമങ്ങൾ എന്ത് ചെയ്യുക? പിൻവലിക്കുക. റിവോക്കേഷൻ ഓഫ് ദ റെഗുലേഷൻ, നിയമങ്ങൾ പിൻവലിക്കുക. എന്തിനു മുകളിൽ? എൻഫോഴ്സ്ഡ് ഓൺ ദ ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ്, വ്യാപാരത്തിനും വ്യവസായങ്ങളിലും മേൽ ചുമത്തിയിട്ടുള്ള നിയമങ്ങൾ എന്ത് ചെയ്യുക? പിൻവലിക്കുക. അതേപോലെ തന്നെ ജനങ്ങളോട് ചോദിക്കാതെ ഒരിക്കലും തന്നെ എന്ത് ചെയ്യരുത്? നികുതി നിങ്ങൾ ചുമത്താൻ പാടില്ല. ഇതായിരുന്നു അവരവരുടെ പരാതിയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. പക്ഷേ ഇതിന് രാജാവ് പ്രതികരിച്ചത് ഹി സെൻഡ് എ മിലിറ്ററി ടു അമേരിക്ക, അമേരിക്കയിലേക്കൊരു പടയെ അയച്ചിട്ടായിരുന്നു. മിലിറ്ററി ഫോഴ്സിനെ തന്നെ അമേരിക്കയിലെ ഈ ജനങ്ങളുടെ ഈ സംഘം ചേരലിനെ എതിർക്കുന്നതിന് വേണ്ടി, അടിച്ചമർത്തുന്നതിന് വേണ്ടി അമേരിക്കയിലേക്ക് ഒരു സൈന്യത്തെ അയച്ചു. ഇത് അമേരിക്കയും ഇംഗ്ലണ്ടും തമ്മിലുള്ള യുദ്ധത്തിന് ആരംഭം കുറിക്കുകയാണ്.
എന്തായാലും സൈന്യം വരുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ അമേരിക്കക്കാർ കൈയും കെട്ടി നോക്കി നിൽക്കാൻ തീരുമാനിച്ചില്ല. അവരെന്ത് ചെയ്തു? ദേ സ്റ്റാർട്ടഡ് അനദർ കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, മറ്റൊരു കോണ്ടിനെൻ്റൽ കോൺഗ്രസ് 1775 ഫിലാഡൽഫിയയിൽ വെച്ച് ഒരുമിച്ച് ചേർന്നു. ആൻഡ് ദിസ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എലക്റ്റഡ് മിസ്റ്റർ ജോർജ് വാഷിങ്ടൺ ആസ് ദ കമാൻഡർ ഇൻ ചീഫ് ഓഫ് കോണ്ടിനെൻ്റൽ ആർമി. നിങ്ങൾ കോണ്ടിനെൻ്റൽ ആർമിയുടെ, നോർത്ത് അമേരിക്കയുടെ അമേരിക്കൻ ആർമിയുടെ കമാൻഡർ ഇൻ ചീഫായി ജോർജ് വാഷിങ്ടൺ, ഈ പേര് നിങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവും. ഈ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലുള്ള പ്രാധാന്യമാണ്. 1775 അദ്ദേഹം അമേരിക്കൻ ആർമിയുടെ ചീഫ് കമാൻഡറായിട്ട് തിരഞ്ഞെടുക്കുകയാണ്. അങ്ങനെ കമാൻഡറായി തിരഞ്ഞെടുത്തു. ബ്രിട്ടനെതിരെ വലിയ രീതിയിലുള്ള പ്രതിരോധം, റെസിസ്റ്റൻസ് തീർക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക തയ്യാറാവുകയാണ്. ആ സമയത്താണ് തോമസ് പെയിൻ ഒരു ലഘുലേഖ അച്ചടിച്ചിറക്കുന്നത്. തോമസ് പെയിനിൻ്റെ ലഘുലേഖയുടെ പ്രത്യേകത അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ, തോമസ് പെയിൻ ഡിക്ലെയർഡ് ദാറ്റ്, അദ്ദേഹം ഇറക്കിയ ലഘുലേഖയുടെ പേരാണ്, പാംഫ്ലെറ്റിൻ്റെ പേരാണ് ദാറ്റ് ഈസ് കോമൺ സെൻസ്. ആ പേര് മനസ്സിലാക്കി വെക്കണം. ഈ കോമൺ സെൻസ് എന്ന് പറയുന്ന പാംഫ്ലെറ്റിലൂടെ അദ്ദേഹം പറയുകയാണ് ദാറ്റ് ഈസ് ഇറ്റ് വാസ് വൈസ് ഫോർ ദ അമേരിക്കൻസ് ടു ബ്രേക്ക് ദ ടൈസ് വിത്ത് ദ ബ്രിട്ടൻ. അമേരിക്കക്കാർക്ക് ഏറ്റവും നല്ലത് ബ്രിട്ടനുമായുള്ള ബന്ധം ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇത് ജനങ്ങൾക്ക് മനസ്സിലായപ്പോൾ, കാരണം അമേരിക്കക്കാർക്ക് വേണ്ടിയാണ്. അമേരിക്ക ഡെവലപ്പ് ചെയ്യണം, അമേരിക്ക വലിയ രീതിയിൽ വളരണം, ബ്രിട്ടൻ്റെ കടിഞ്ഞാണിൽ നിൽക്കാനുള്ള ഒരു പ്രദേശമല്ല അമേരിക്ക എന്ന് തിരിച്ചറിയാണ് കൂടുതൽ ജനങ്ങൾ. ഇതിൻ്റെ ഭാഗമായി അടുത്ത ഒരു അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് 1776 അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ജൂലൈ 4 ഒരു ഇൻഡിപെൻഡൻറ്റ് ഡിക്ലറേഷൻ പ്രഖ്യാപിക്കുകയാണ്. എന്താണ് ആ ഇൻഡിപെൻഡൻറ്റ് ഡിക്ലറേഷൻ എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. This one is the famous Declaration of Independence. ഇതാണ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗം നിങ്ങൾ വായിച്ചു നോക്കുക. വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഓൾ ആർ ഈക്വൽ, എല്ലാവരും സമമാണ്. എവരിവൺ ഹാസ് സെർട്ടൻ റൈറ്റ്സ്, എല്ലാവർക്കും അവകാശങ്ങളുണ്ട്. ആൻഡ് ഒരു ഡെമോക്രാറ്റിക്കൽ ഗവൺമെൻറ് ഫോം ചെയ്യണം. അതേപോലെ തന്നെ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നോക്കുക, ദ കൺസെൻറ്റ് ഓഫ് ദ ഗവേൺഡ്, ഭരിക്കപ്പെടുന്നവരുടെ സമ്മതപ്രകാരം ഒരു ഗവൺമെൻറ് രൂപീകരിക്കണം. അതേപോലെ തന്നെ ഈ ഗവൺമെൻറ്റിനെ എപ്പോഴാണോ ഇത് കൂടുതൽ ശക്തമാകുന്നത്, അപ്പോൾ ഇതിനെ മാറ്റാൻ, അല്ലെങ്കിൽ ഇത് കൂടുതൽ വിനാശകാരിയാകുമ്പോൾ അൾട്ടർ ഓർ അബോളിഷ് ഇറ്റ്, ഇതിനെ വേറൊന്ന് മാറ്റാനോ അല്ലെങ്കിൽ ഇല്ലാതാക്കാനോ ഉള്ള കഴിവും ആർക്ക് തന്നെ വേണം? ജനങ്ങൾക്ക് തന്നെ വേണം. ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസിൽ പറയുന്നത്. രണ്ട് വ്യക്തികളാണ്. ഒന്ന് നോക്കുക നിങ്ങൾ, തോമസ് ജെഫേഴ്സൺ ആൻഡ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ്. തോമസ് ജെഫേഴ്സൺ ഇതാണ് തോമസ് ജെഫേഴ്സൺ, ഇതാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. തോമസ് ജെഫേഴ്സൺ ആൻഡ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ്. അതേപോലെ തന്നെ അപ്പം ഇവർ ഇത് ഡിക്ലെയർ ചെയ്തപ്പം എന്ത് ചെയ്തു? തുറന്ന ഒരു യുദ്ധം ആരംഭിക്കുകയാണ്. അമേരിക്കയും ഇംഗ്ലണ്ടും തമ്മിൽ കൂടുതൽ ശക്തമായ യുദ്ധം ആരംഭിച്ചു. ആ യുദ്ധം നീണ്ടു നിന്നു ഏകദേശം 1781 വരെ. 1776 ആരംഭിച്ച ആ ഒരു യുദ്ധം 1781 വരെ നീണ്ടു നിൽക്കുകയും അക്കോർഡിംഗ് ടു ദ ട്രീറ്റി ഓഫ് പാരീസ് ഇൻ 1783, 1783 പാരീസ് ട്രീറ്റി പ്രകാരം അമേരിക്കയുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിക്കുകയാണ്. ഇംഗ്ലണ്ട് റാറ്റിഫൈഡ് ദ ഫ്രീഡം ഓഫ് 13 കോളനീസ്. 13 കോളനികളുടെ ഫ്രീഡം നമ്മുടെ ഇംഗ്ലണ്ട് അംഗീകരിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം പിന്നീട് എന്ത് ചെയ്യാണ്? ദെൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ കൺവെൻഷൻ ഹെൽഡ് അറ്റ് ഫിലാഡൽഫിയയിൽ വെച്ച് നടന്ന ഒരു ഭരണഘടനാ സമ്മേളനത്തിൽ വെച്ച് ജെയിംസ് മാഡിസൻ്റെ നേതൃത്വത്തിൽ, മിസ്റ്റർ ജെയിംസ് മാഡിസൺ, ശ്രദ്ധിക്കുക, അമേരിക്കൻ ഭരണഘടനയ്ക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ജെയിംസ് മാഡിസൻ്റെ നേതൃത്വത്തിൽ ഒരു അമേരിക്ക ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യുകയാണ്. ദിസ് വൺ ഈസ് മിസ്റ്റർ ജെയിംസ് മാഡിസൺ. ഇതാണ് ജെയിംസ് മാഡിസൺ. ഈ ജെയിംസ് മാഡിസൻ്റെ നേതൃത്വത്തിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യുകയും ജോർജ് വാഷിങ്ടൺ ബിക്കെയിം ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അമേരിക്കയുടെ ഫസ്റ്റ് പ്രസിഡൻ്റായിട്ട് ജോർജ് വാഷിങ്ടൺ വരികയാണ്. ഇതാണ് അമേരിക്കൻ റവല്യൂഷൻ്റെ മൊത്തത്തിലുള്ള ഒരു
സംഭവിച്ച പ്രധാനപ്പെട്ട ഇൻസിഡൻറ്റുകൾ എന്ന് പറയുന്നത് നോക്കുക. 1774 ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, 1775 സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, 1776 കോണ്ടിനെൻ്റൽ കോൺഗ്രസിൻ്റെ പ്രത്യേകത, തുടർന്ന് സംഭവിച്ച സംഭവങ്ങൾ, തോമസ് പെയിനിൻ്റെ പ്രത്യേകത, തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, ജിം മാഡിസൺ തുടങ്ങിയ വ്യക്തികളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി വെക്കുക. ഇതാണ് അമേരിക്കൻ റവല്യൂഷൻ. ഇനി അമേരിക്കൻ റവല്യൂഷൻ്റെ റിസൾട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. പ്രധാനമായും എന്തൊക്കെയാണ് അമേരിക്കൻ റവല്യൂഷന് സംഭവിച്ച റിസൾട്ട് നമുക്ക് നോക്കാം. ലോകത്ത് നിലവിലുണ്ടായിരുന്ന പല വ്യവസ്ഥിതികളെയും മാറ്റിമറിക്കുന്നതിന് അമേരിക്കൻ റവല്യൂഷൻ കാരണമായിട്ടുണ്ട്. നമുക്ക് പ്രധാനമായും 4 റിസൾട്ടാണ് അമേരിക്കൻ റവല്യൂഷനെ കുറിച്ച്. അമേരിക്കൻ റവല്യൂഷൻ അമേരിക്കയിലാണ് സംഭവിച്ചതെങ്കിലും ലോകത്തത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് അമേരിക്കൻ റവല്യൂഷന് ഉണ്ടായ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്നുള്ളതാണ് നോക്കുക. ഗിവ് ഡയറക്ഷൻ ആൻഡ് മോട്ടിവേഷൻ ടു ദ ലേറ്റർ ഫ്രീഡം സ്ട്രഗിൾ ആൻഡ് റവല്യൂഷൻ ഓൾ ഓവർ ദ വേൾഡ്. ഗിവ് ഡയറക്ഷൻ ആൻഡ് മോട്ടിവേഷൻ ദ ലേറ്റർ ഫ്രീഡം സ്ട്രഗിൾ ആൻഡ് റവല്യൂഷൻ ഓൾ ഓവർ ദ വേൾഡ്. പിന്നീട് ലോകത്ത് നടന്ന വിപ്ലവങ്ങൾക്കൊക്കെ ഡയറക്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാനും എന്ത് ചെയ്യുകയാണ് ഈ അമേരിക്കൻ റവല്യൂഷൻ കാരണമാവുകയാണ്. ഗിവ് ഡയറക്ഷൻ ആൻഡ് മോട്ടിവേഷൻ. രണ്ടാമത്തത് പുട്ട് ഫോർവേഡ് ദ കൺസെപ്റ്റ് ഓഫ് റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെൻറ്. ഒരു റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു ആശയം ലോകത്തിൽ ആരംഭിക്കുകയാണ്. നമ്മുടെ അമേരിക്കൻ റവല്യൂഷനിലൂടെ ജനങ്ങൾ ഒരു റിപ്പബ്ലിക്കായിട്ടുള്ളൊരു ഗവൺമെൻറ്, സ്വതന്ത്രമായൊരു ഗവൺമെൻറ് രൂപീകരിക്കണം എന്നുള്ളൊരു ആശയം മുന്നോട്ട് വെക്കുകയാണ്. പ്രിപ്പയർഡ് ദ ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ലോകത്തിൽ ആദ്യമായി എഴുതപ്പെട്ട ഒരു ഭരണഘടന അമേരിക്ക മുന്നോട്ട് വെക്കുകയാണ്. ജെയിംസ് മാഡിസൻ്റെ നേതൃത്വത്തിൽ ഭരണഘടന ഉണ്ടാക്കിയെന്ന് നമ്മൾ പറഞ്ഞ. അതേപോലെ തന്നെ അടുത്താണ് കോൺട്രിബ്യൂട്ടഡ് ദ കൺസെപ്റ്റ് ഓഫ് ഫെഡറൽ സിസ്റ്റം ദാറ്റ് എൻഷുർഡ് ഫ്രീഡം ആൻഡ് അതോറിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ഇൻ ദ യൂണിയൻ. ഒരു ഫെഡറൽ സിസ്റ്റം, ലോകത്തിന് മുന്നിൽ പുതിയൊരു സംവിധാനം, ഫെഡറൽ സിസ്റ്റം ആരംഭിക്കുകയാണ്. ഈ ഫെഡറൽ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദാറ്റ് എൻഷുർഡ് ദ ഫ്രീഡം ആൻഡ് അതോറിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ഇൻ ദ യൂണിയൻ. എന്ത് ചെയ്യാണ്? നമുക്ക് സ്വാതന്ത്ര്യവും അധികാരവും ആർക്ക് കൊടുക്കുകയാണ്? സ്റ്റേറ്റുകൾക്ക്, സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ഫെഡറൽ സംവിധാനം അമേരിക്കൻ വിപ്ലവത്തിന് ശേഷം നടപ്പിൽ വരികയാണ്. ഇത്രയും കാര്യങ്ങളാണ് അമേരിക്കൻ റവല്യൂഷനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അമേരിക്കൻ റവല്യൂഷനിൽ സംഭവിച്ച ആദ്യത്തെ കാര്യങ്ങൾ മെർക്കൻറ്റലിസ്റ്റ് ലോ തുടർന്ന് ജനങ്ങൾക്ക് പ്രതിഷേധം ഉണ്ടാകുന്നു. ആ പ്രതിഷേധം ഏത് രീതിയിലാണ് മുന്നോട്ട് പോയത്, അതിനുശേഷം നടന്ന യുദ്ധം, പിന്നീട് അമേരിക്ക സ്വതന്ത്രമാകുന്നു, അമേരിക്ക സ്വതന്ത്രമായതിനു ശേഷം ഉണ്ടായ റിസൾട്ട്. ഇത്രയും കാര്യങ്ങളാണ് അമേരിക്കൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. താങ്ക് യു.